അങ്ങനെയൊക്കെ എത്രയോ മുമ്പ് തന്നെ പടത്തിലാണ് അതിൽ നിന്ന് സഗുണ രൂപമുണ്ട്. ആ സഗുണ രൂപത്തിലാണ് ശിവൻ ലിംഗരൂപത്തിൽ ഈ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ഭക്തർക്കെല്ലാം അനുഗ്രഹം നമ്മൾ ആവശ്യപ്പെട്ട അനുസരിച്ചുള്ള വഴികളാണ് ഈ ലോകം മുഴുവൻ വ്യാപിച്ചു. അപ്പം കാഴ്ചയ്ക്ക് ഉള്ളതുണ്ട്, വർണ്ണയ്ക്ക് അധികമായിട്ടുള്ളതുണ്ട്, അങ്ങനെ പലതരം രൂപങ്ങളുണ്ട്. ഇതിന് 12 ജ്യോതിർലിംഗങ്ങളാണ് ഏറ്റവും പ്രധാനം. 12 ജ്യോതിർലിംഗങ്ങൾ. അതായത് സൗരാഷ്ട്രേ സോമനാഥം ച ശ്രീ മല്ലികാർജുനം ഉജ്ജയിനിയാം മഹാകാലം ഓംകാരമല്ലേശ്വരം പരല്യാം വൈദ്യനാഥം ച ധനഗിരിയാം ഭീമശങ്കരം സേതുരം സേതുരാമേശം നാഗേശം രാജനാമേ പരന്യാസാം വിശേഷം ത്രംബകോ ഗൗരീകരേ ഹിമാലയേ ദുഃഖേദാരം കുസുമേഷം ശിവാലയേ. ഈ 12 ജ്യോതിർലിംഗങ്ങളുടെ നാമങ്ങളാണ്. ഇത് സ്തുതിയാണ്. ഈ സ്തുതി ലഭിച്ചാൽ മാത്രം മതി നമ്മുടെ സർവഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മോക്ഷം കിട്ടും. അപ്പം ഇത് എല്ലാവരും അത് അവരോട് ശിവപുരാണത്തിലുണ്ട് ഈ സ്തുതി. ആ പുസ്തകം സ്തുതിയുണ്ട്. അതിൽ ഈ കൃഷ്ണവേഷം ലാസ്റ്റ് പറഞ്ഞതിൽ പല പാഠങ്ങളുണ്ട്. അവരോട് പുസ്തകമുള്ളവരെ അതെല്ലാം അപ്പൊ ഈ സ്തുതി നമ്മൾ ദിവസവും ചൊല്ലിക്കൊണ്ടിരുന്നത് നമ്മുടെ സർവഭാഗങ്ങളിലുണ്ട് പ്രവേശിക്കും. അപ്പൊ അത് എല്ലാവരും പാഠം നശിച്ച് മോക്ഷത്തിലോട്ട് ആണ് ഈ ജ്യോതിർലിംഗ സ്തുതി. പിന്നെ ഓരോ ജ്യോതിർലിംഗങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തത് സൗരാഷ്ട്രം. ആ ജ്യോതിർലിംഗങ്ങൾ ഓരോന്നും പറഞ്ഞു കഴിയുമ്പോൾ അത് എവിടെയാണെന്ന് പറയുന്നത്. കാരണം അതിൽ ചില ജില്ലകളൊക്കെ കുറച്ച് മറന്നു. അതുകൊണ്ട് ആ ജില്ലകളൊക്കെ ലാസ്റ്റ് പറയും. അപ്പൊ ആദ്യം സോമനാഥ്. സോമനാഥൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട ലിംഗമാണ് സോമനാഥ് എന്ന് പറയുന്നത്. നമ്മൾ 12 ജ്യോതിർലിംഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലിംഗമാണ് സോമനാഥ്. ആ സോമനാഥൻ എന്ന് പറയുന്നത് ദക്ഷപ്രജാപതി എല്ലാവർക്കും അറിയാമല്ലോ. ദക്ഷപ്രജാപതിയുടെ 27 കന്യകമാരുണ്ടായിരുന്നു. 27 കന്യകമാര് അദ്ദേഹം ചന്ദ്രന് ചന്ദ്രകണ്ഠമോടുള്ള വാദം ചെയ്തു. അപ്പം ചന്ദ്രന് അതിന് ലോഹിനി നക്ഷത്രങ്ങളാണ് ലോഹിനിയുണ്ട്. ലോഹിനിയാണ് ഏറ്റവും ഇഷ്ടം. അപ്പം അതിഭയങ്കര സൗന്ദര്യമായിരുന്നു. അപ്പം ആ ലോഹിനിയോടുള്ള ഇഷ്ടം കൊണ്ട് ലോഹിനിയെ മാത്രം പരിഗണിക്കുള്ളൂ, വേറെ ആരും പരിഗണിക്കില്ല. അപ്പം കുറച്ച് ദിവസമായിട്ട് മക്കളെല്ലാം അച്ഛനോട് തരാൻ നോക്കുക. ഞങ്ങളെ ആരെയും പരിഗണിക്കുന്നില്ലല്ലോ, എന്തായാലും അത് ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് ആദ്യം വലിയ സ്നേഹം ചോദിച്ചു. മകളെ കലാതിനെ ഞാൻ ആദ്യം വിളിച്ചു. കലാതിനെ ഈ കുട്ടികളൊക്കെ പരാതി പറയുന്നു, ഇങ്ങനെ എൻ്റെ ജോലിയെ മാത്രമേ പരിഗണിക്കുന്നു, ബാക്കി ആരോഗ്യം പരിഗണിക്കുന്നില്ലല്ലോ, അതെന്താണ് അതിനാ നമുക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. അവരെ ഇവിടെ പരിഗണിക്കണം. ഒന്നും വലിയ ചന്ദ്രനൊന്നും ഇല്ല. ചന്ദ്രനിലെ ചന്ദ്രൻ തുടങ്ങാൻ തുടങ്ങും. അപ്പോൾ ഉദ്രസരം ഈ മക്കൾ പിന്നെ അച്ഛനോട് വെച്ചാൽ പിന്നെ ഞങ്ങളെ പരിഗണിക്കുന്നില്ല. അങ്ങനെ ദേഷ്യം വന്നു. നന്നായിട്ട് വഴക്ക് പറയാൻ വിചാരിച്ചു. ഒന്ന് ഒന്നും എല്ലാവരും എന്നോട് പറഞ്ഞു നോക്കാം. എന്നോട് എന്ത് പറഞ്ഞു? സോമ ഇത് ശരിയല്ല, ഞാൻ നിന്നോട് പ്രശ്നം പറഞ്ഞില്ല. കുട്ടികളെയൊക്കെ അങ്ങോട്ട് നീ അതിനോട് പരിഗണിക്കണം കേട്ടോ. ഇത് ഞാൻ എന്നോട് ഇല്ലാതെ പറയുന്നുണ്ട്. അന്നേരം വീണ്ടും ഇങ്ങനെ തന്നെ പറഞ്ഞു. മൂന്നാമത്തെ പ്രാവശ്യം പിള്ളേരെന്ന് പറഞ്ഞു പിള്ളേർ പഠിത്തം എങ്ങനെയാണെന്ന് പറഞ്ഞു. അന്നേരം ഭയങ്കരമായിട്ട് പ്രശ്നം ചന്ദ്രാന്ന് പറഞ്ഞു. മൂന്നാമത്തെ പ്രശ്നം എന്താണ് പിള്ളേർ പിന്നെ ഇത് ക്ഷേമ
എന്നോട് ഇന്നത്തെ പറയുന്നുണ്ട്. അന്നേ വീണ്ടും ഇങ്ങനെ തന്നെ പറഞ്ഞു. മൂന്നാമത്തെ പ്രാവശ്യം തുടരുന്നെന്ന് പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ പഠിക്കുന്നത് എങ്ങനെയാണോ അന്നേരം ഭയങ്കരമായിട്ട് വിജയില്ല. അവിടെ ഒരു ഗ്രാമൻ ആവശ്യമുണ്ട്. അവിടെ ഒരു ഗ്രാമനാണ്, ഒരു ഗ്രാമം വേഗത്തില്ല. അയാളാണെങ്കിൽ ഭയങ്കര വേഗം വേഗമല്ല, അല്ലെങ്കിൽ സർവ ഭക്തിയിലും മുഴുകി എല്ലാ വേഗം മന്ത്രമെല്ലാം ചെയ്യുന്ന ഒരാളാണ്. 4 മക്കളും 4 മക്കളും കൂടെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്ര രാക്ഷസൻ താമസം. ഈ രാക്ഷസൻ എന്ത് ചെയ്യുന്നത് ഇവരെല്ലാം ഓടിച്ചു കളയണം. അങ്ങനെയാണ് അവരിവരെല്ലാം ഓടിക്കുന്നത്. മറ്റേ എല്ലാവരും ആ നാട്ടിലുള്ളവരൊക്കെ ഓടിക്കുന്നത്. ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ബ്രാഹ്മണർക്ക് പേടിയായിരുന്നു. ബ്രാഹ്മണനോട് ബ്രാഹ്മണൻ ഓടിപ്പോകാൻ പറ്റും, നിങ്ങളെ വധിക്കുന്നവർക്ക് പോകാൻ. എന്നിട്ടും ഈ 4 മക്കൾ അച്ഛനും പോകാൻ ഉണ്ടാക്കില്ല. അവരവിടെ തന്നെ ചെയ്യുന്നു. അപ്പോഴത്തേനും എന്ത് ചെയ്യുന്നു, ആ രാക്ഷസൻ നിന്നുകൊണ്ട് ഇവരെ വെട്ടിക്കൊല്ലാനായിട്ടുള്ളത് വാളെടുത്തതേ ഉള്ളൂ. അവിടെ ഒരു വലിയ വലിയൊരു മുഖം ഉണ്ടായി. അതിന് ഒരു ഞാൻ മഹാഭാരതമാണ്, ഈ ഒരു പൊക്കമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഭക്തി നിങ്ങളെവിടെ എല്ലാം പൊക്കോളാണ്. ഈ രൂപകാലത്തിൽ അപ്പോൾ ശിവനെ ആഗ്രഹമുള്ളൂ അതിൻ്റെ കഥയില്ല. അപ്പോഴത്തേക്കും അതെല്ലാം ഒന്നുമാറിക്കുന്നതാണ്. നമ്മളൊക്കെ പ്രാർത്ഥിച്ചൊന്നും ഫലമില്ലാത്ത ആണ്. അത് അങ്ങനെ പോകണ്ട. മഹാഭാരതമുള്ള പേര് ആളുകളെ ഫലത്തിൽ രക്ഷിക്കാനും എല്ലാ കാര്യങ്ങളും അങ്ങനെ അങ്ങനെ തന്നെ സ്ഥിതി ചെയ്യണം എന്ന് പറഞ്ഞു. മധ്യപ്രദേശിലാണ് ഇത് സുപ്രാ നദി തീരത്താണ്. ഇനി അടുത്ത് ഓങ്കാരി ഇന്ത്യ പവർ സ്റ്റേഷനാണ്, ഇന്ത്യ സ്റ്റേഷൻ. ഇന്ത്യ സ്റ്റേഷൻ എനിക്കൊരു കുറവും കാണുന്നു. അല്ല അതെ അങ്ങനെ ഫിക്സ് ചെയ്യാനുണ്ടോ? കാരണം എന്താ മേലുകൊള്ളില്ല. മേലുകൊള്ളിൽ പഴയ മേലുകളാണ്. മേലുകൊള്ളാണെങ്കിൽ ദേവന്മാരെ മുഖ്യ പോലെ ശിവരങ്ങളൊക്കെ ദേവന്മാരെ മുക്തി ആ ദേവന്മാരെ ഉണ്ടാവുന്ന ദേവന്മാരുടെ എല്ലാം കിട്ടി. അപ്പം അതുകൊണ്ട് അവർക്കാണ് വേറെ കൂടുതലല്ല. അതാണ് ഞാൻ പറഞ്ഞത് ഈ സ്ഥലം. അപ്പോഴത്തേക്കും വിഷമമായി. ശരി എന്ത് ചെയ്യുന്നു? അങ്ങനെയില്ല. അവിടെ കുറച്ച് മാറി വേറെ സ്ഥലത്ത് പോയി ഓങ്കാരം എന്നൊരു സ്ഥലത്ത് ശിവനാണ് ഓങ്കാരം. അവിടെ പോയില്ല. ശിവനെ ശരിയാണ് ഭയങ്കര തപസ്സായി. എന്നുവെച്ചാൽ ഇതിന് മുന്നേ രക്ഷപ്പെടുകയും നേരിടുള്ളതല്ലേ ഇങ്ങനെ എല്ലായിരിക്കുന്നു. ശിവ പ്രത്യക്ഷപ്പെട്ടു. എന്താ കാര്യം ചോദിച്ചു. അത് എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ അത് ലഭിക്കാനുള്ള കൊടുത്തിലാണ്. അപ്പോൾ ശിവൻ മനസ്സിലായി കുടുംബത്തിന് എടുത്തു. അതൊരാളുടെ മുഖ്യമാണ്. പക്ഷേ ശിവന് കൊടുത്താലിക്കാൻ പറ്റില്ല. ശിവനോട് അവിടെ ആ ശരി അങ്ങനാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പുതുക്കിയൊന്നും എടുത്തില്ല. അപ്പോഴത്തേക്കും ദേവന്മാരെല്ലാം പ്രത്യക്ഷപ്പെട്ടു. ദേവന്മാർ പ്രത്യക്ഷപ്പെടാൻ പറഞ്ഞു അയ്യോ അന്ന് പോകരുത്. എന്താ അങ്ങനെ ഇവിടെ വന്ന് ഇദ്ദേഹത്തിന് അനുഗ്രഹം കൊടുത്തത്. അവിടെ തന്നെ നിന്ന ലോകത്ത് ബാക്കി എല്ലാവർക്കും കിട്ടണമായിരുന്നു. അല്ല അങ്ങനെ ഒന്നും ഇരിക്കുന്നവർക്കല്ല അനുഗ്രഹം കൊടുക്കത്തക്കവണ്ണം ഇവിടെ നിൽക്കാനുള്ളൂ. അപ്പം തന്നെ ശിവന് അല്ല ഓർമ്മ ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് ഉണ്ടാക്കി വെച്ചാൽ ഈ പാർട്ടിയിൽ നിന്നെന്ന് പറഞ്ഞാൽ അവനോട് സ്വയം കളിമണ്ണ് എടുത്തിട്ട് ശിവന്റെ രൂപമുണ്ട്. ശിവന്റെ രൂപമല്ല, ആ ശിവരൂപത്തിൽ
അറിയാവുന്നതാണ്. നമ്മുടെ രാവണന് കൈലാസത്തിൽ പോയിട്ടുള്ള അവസ്ഥയിൽ എന്താണെന്ന് വെച്ചാൽ അജയനായി വരാണ്, സർവശക്തിയുള്ളതാണ്. അങ്ങനത്തെ അവസ്ഥയിൽ ശിവൻ പ്രത്യക്ഷപ്പെടാണെങ്കിൽ വേറൊരു സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് ഹിമാലയത്തിൻ്റെ ഒരു ഭാഗത്ത് പോയിരുന്ന് അവിടെ കുടിച്ച് കുറെ കണ്ണിയിട്ട് വെള്ളമിട്ട് എല്ലായിട്ട് കുഴൽ എല്ലാം ഉണ്ടാക്കി അഗ്നിഹോത്രിയൊക്കെ ചെയ്ത് വേനൽക്കാലത്ത് ഈ അഗ്നിയുടെ മുകളിൽ വെച്ച് താമസിക്കും. മഴക്കാലത്ത് വെള്ളം വീഴും. മഴക്കാലത്ത് തുറസായ സ്ഥലത്ത് അപ്പം മഴ വീഴും. വേനൽക്കാലത്ത് മഴക്കാലത്ത് തണുപ്പ് കാലത്ത് വെള്ളം വീഴും. അങ്ങനെ ചെയ്ത് ശിവം വരുന്നില്ല. ഓരോ അഗ്നിയിലോട്ടിട്ടപ്പോഴത്തേക്കും 9 തലയാണ്. 10ാമത്തെ തലയാക്കണം. എന്റെ മകനെ രാമാനി എന്താ ചെയ്യാൻ ചെയ്യുന്നു. അപ്പോഴ് നീ പ്രത്യക്ഷപ്പെട്ടല്ലോ, നീ എന്തോ കാണിക്കുകയെന്ന് ചോദിച്ചു. 9 തലയും തിരിച്ചെടുത്ത് കൊടുത്തു. 9 തല ഒന്ന് അങ്ങോട്ടേക്ക് പോയല്ലേ എന്റെ ആഗ്രഹമുണ്ട്. അതെന്റെ ആഗ്രഹം ഞാൻ അതുല്യതരാനാണ്, എന്നെ കഴിഞ്ഞ ശക്തിയാണല്ലോ എന്നുണ്ടാവും. ആ ശക്തി വരാമോ? അപ്പൊ അതിനെ സംബന്ധിച്ച് കഴിഞ്ഞപ്പം രാവണനില്ല. ഞാൻ ശരിക്കും അങ്ങോട്ട് കൊണ്ടുപോകണം. അങ്ങും കൂടെ കൂടെ ശ്രീ എങ്ങനെയോട്ട് പോരാം. കൈലാസത്തെ ശിവനെ കൂടെ എടുത്തോണ്ട് പോകാം. അത് ധാരാളം കൊടുത്തതല്ലേ. അപ്പം ശിവൻ പറഞ്ഞേ മനസ്സോട് ഇന്നാണ് കൊള്ളാമല്ലോ. എന്നാൽ ഇവിടുത്തെ പണി കൊടുക്കണം മനസ്സോട് വിചാരിച്ചതാണ്. അല്ലാതെ അതിന് ഞാനൊരു കാര്യം നീ എന്റെ ശിവനിലും എന്റെ എവിടെയെങ്കിലും ഞാൻ നിനക്ക് തരാം. അപ്പൊ അത് നീ കൊണ്ടുപോകാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ വെച്ചാൽ നീ പോണ വഴി കാലത്താണ് ഉറച്ചു. പിന്നെ നീ പറഞ്ഞ കാര്യമില്ല. അതാണ് ഉറച്ചു. അവിടെ പുഷ്പം പറഞ്ഞില്ലേ. പിന്നെ അങ്ങനെ കൊണ്ട് കൊണ്ടുവരുന്നപ്പം രാവണന് പ്രശ്നമാണ്. രാവണൻ ഭയങ്കര ഭക്തനല്ലേ. അപ്പം രാവണനൊന്നും ഇങ്ങനെ കയ്യിൽ വെച്ചോണ്ട് ചെയ്യാനുള്ള കാരണം എത്ര വലിയ ഭക്തനായിരുന്നു. രാവണൻ അങ്ങനെ കൂടെ ഏറ്റവും പറയുന്നത്. അപ്പം വളരെ വരാൻ ചോദിച്ചിട്ട് നീ ഇതൊന്നും പിടിച്ചോണ്ട് ഞാൻ വരാം. അതുവരെ വിളിച്ചാൽ അതുവരൊന്നും നേരം വേണം. അത് സംബന്ധിച്ചോ വിളിച്ചൊന്നും ഭാരമില്ല. അവരെ കഴിഞ്ഞ് പിന്നെ ചോദിച്ചിട്ട് കൈ താങ്ങാൻ പറ്റാത്ത ആലോചിച്ചു. ആലോചിച്ചപ്പോഴത്തേക്ക് രാവണൻ കൊടുക്കുകയും ചെയ്തു. അപ്പൊ രാവണൊന്നും പിന്നെ വഴക്കൊന്നും പറഞ്ഞിട്ടും പറ്റാത്തോണ്ടല്ലേ ഇങ്ങനെ പോയി. അപ്പം അവിടെ നിന്ന് നന്നായിട്ട് പൂജിച്ചു. എല്ലാം കഴിഞ്ഞ് നേരെ ചെന്ന് മണ്ടോട് പറഞ്ഞു. സമയം ചെയ്യാൻ പറഞ്ഞു. അപ്പം ദേവന്മാരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുക. അവർക്കാണെങ്കിൽ ഇയാൾക്ക് അതിന്റെ വെള്ളമൊക്കെ കൊടുത്തില്ലേ. ഇത് കണ്ടോണ്ടിരിക്കുക. അന്നേരം അവര് ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ലിംഗം അവിടെ ശിവനെ സ്തുതിച്ച് ശിവനോട് പറഞ്ഞു അങ്ങനെ സ്ഥിരീകരിക്കണം. കാരണം അവിടെയുള്ള ആളുകൾക്ക് നന്മ കിട്ടാൻ വേണ്ടി എന്ത് ആഗ്രഹങ്ങളോട് ചോദിക്കുന്നു അവർക്കെല്ലാം നന്മ കിട്ടാം. അങ്ങനെയാണ് ഞാനിരിക്കാൻ അതാണ് വൈദ്യനാഥ് കഴിഞ്ഞു. എന്നാൽ തീർത്തില്ലേ സമയമുണ്ട്. ഇത്രയും ശക്തിമാനായിരുന്നു. വളരെ നല്ല രാവിലെ നിങ്ങൾക്ക് ഭയങ്കര ശക്തിയൊക്കെ കിട്ടിയാൽ ഞാൻ അറിയണം. എനിക്ക് കിട്ടിയ ശക്തിയൊക്കെ അത് കിട്ടിയല്ല. അത് നിങ്ങളെ അറിയാൻ വന്നിട്ട് കിട്ടുന്നില്ലേ. അതുകൊണ്ട് പറഞ്ഞതാണ്. അതിനൊക്കെ ഞാനെന്തും ചെയ്യാതെ പ്രതീക്ഷിക്കുന്നത്. അയ്യോ അത് നീ പറ്റില്ല കൈലാസത്തെ മുന്നോട്ട് എന്നോട് അപ്പൊ അത് സന്തോഷമായി. എന്നുവെച്ചാൽ ഇത് ചെയ്യാമെന്ന് ചോദിച്ചപ്പോഴാണ് കൈലാസത്തെ പോയിട്ടുള്ളത്. അപ്പോഴേ നീ ഓടിപ്പോയി കൈലാസത്തെ മുന്നോട്ട് അവിടെ കൈലാസം വരെ പറഞ്ഞു. അപ്പം ദേവി പറഞ്ഞു നിങ്ങളുടെ ഭക്തന്റെ വഴിയായി കാണിക്കുന്നത് കണ്ടോ. അവരുടെ അഹങ്കാരം കഴിഞ്ഞു. അപ്പൊ ശിവൻ ദേഷ്യം പറഞ്ഞു ഇത്രയും ഇവൻ അഹങ്കാരിയായിട്ടോ ഒരു കാര്യം ഇവരുടെ ഈ കല്യാണ കരുത്ത് നശിപ്പിക്കാനുള്ള ഒരാള് ഈ ഭൂമി താമസിക്കാതെ ഇവരുടെ കല്യാണ കരുത്ത് പോകുന്നത് കാരണം ചെയ്താണ്. താമസിക്കാതെ രക്ഷിക്കാൻ വരുന്നത് നീ എന്നെ പ്രേമം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവരോട് പറഞ്ഞു. ഇവര് എന്നാ ഇതരത്തിലാണ് രാജാവിനാണ്. കാരണം ഒന്നും ഇല്ല. അപ്പോഴത്തേക്കും ഭീമൻ ഭീമൻ കരുത്തിലാണ് പറഞ്ഞു. അദ്ദേഹം അവിടെ ഭയങ്കര ബുദ്ധി ചെയ്യുകയാണ്.
ഇവിടെ അത് കഴിച്ചായിരുന്നു ചെന്നിട്ട് എന്തോ ചെയ്യാം ഞാൻ സർവശക്തനായ പരമേശ്വരനെ ധ്യാനിക്കാം. അതായത് പരമശിവൻ ഇല്ലാതെ എൻ്റെ നിയമമാണ്. അതാണ് നാളെ എന്ന് പറഞ്ഞത് കൊല്ലാനായിട്ട് ശങ്കരനാഥിൽ ഒഴിഞ്ഞത് അവിടെ അവരോട് പറഞ്ഞുകൂടെ അതനുസരിച്ച് കുറേ അവരോട് ഒഴിഞ്ഞത് കണ്ടോന്നിരിക്കുകയാണ്. ഇദ്ദേഹം അങ്ങോട്ട് ചാടുന്നു. ഇന്നോ ഞാനാണ് ശങ്കർ നിനക്ക് പിന്നെ ഇത് വേണം, ജീവൻ ഞാനിവിടെ എല്ലാവരും വർദ്ധിച്ചു ശക്തിയാണ്. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാനിവിടെ ഓടിപ്പോണ് ശങ്കരനോട് യുദ്ധമാണ്. ശങ്കരനോട് യുദ്ധമാണ്. ശങ്കരനോടൊക്കെ പിന്നാവോട് തുടങ്ങിയിട്ട് നാളെ അങ്ങനെ ചെറിയ ഇന്ന് തുടങ്ങിയാൽ ഓടാൻ അപ്പോൾ ശങ്കരൻ മനസ്സിലായി പിന്നെ അടുത്ത അറിയാലോ. എന്നാലും സ്വല്പമാണ് ശ്രീരാമനെ അപ്പുറത്തോട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളം തളിച്ചപ്പോൾ വെള്ളം കൊണ്ട് കൊടുത്തപ്പോൾ അതേ നോക്കി ശിവനെ ധ്യാനിക്കാതെ എങ്ങനെ അപ്പുറത്തോട്ട് പോകുന്ന നോക്കി ശിവനെ ധ്യാനിച്ചത്. അപ്പം ശിവ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ശിവ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ എന്താ എനിക്ക് രാമദേവനെ അയാളുടെ ജയിക്കാനുള്ള കരുത്ത് ശക്തിയൊക്കെ എനിക്ക് അറിയാൻ ഒന്നാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് ശ്രീരാമനോട് അഭിപ്രായമാണ് പറഞ്ഞത്. എന്താണ് അത് എനിക്ക് മാത്രം എൻ്റെ കൊണ്ട് വന്നപ്പോഴ ഈ ലോകവാസികൾക്കെല്ലാം അതിനെ അതിവ്യക്തമായിട്ട് നിൽക്കണം. അപ്പം ശ്രീരാമനാവശ്യപ്പെട്ട ശരിയാണ്. ഈ ലോകത്തിലുള്ള ആളുകൾക്കെല്ലാം മോക്ഷിക്കാൻ അമ്മയിലാണ് ഞാൻ കിടക്കുന്നത്. അത് തമിഴ്നാട്ടിലെ രാമനാഥിന്റെ സമ്പ്രദായത്താണ്. വഴികളിലെ ഒരു കാര്യമുണ്ട്. സീത എന്ന വാക്കിന്റെ അർത്ഥം അറിയാവുന്നത് കൈകൊണ്ട് അല്ലാത്തതാണ്. പറഞ്ഞോ എത്രാമത്തിൽ ഇപ്പോഴത് ഏറ്റവും വലിയ സോമനാക്ഷരം മാത്രമേ ഉള്ളൂ. ഏറ്റവും വലിയ ബാക്കിയുള്ള അവരുടെ ഇഷ്ടം ഓർഡറില്ല ഓർഡറില്ല. പക്ഷേ